ഓഫർ തട്ടിപ്പിൽ 12 ഇടങ്ങളിൽ ഇഡി റെയ്ഡ്. സായിഗ്രാമം ട്രസ്റ്റ് ചെയർമാൻ ആനന്ദകുമാറിന്റെ വീട്ടിലും ലാലി വിൻസന്റെ വീട്ടിലും റെയ്ഡ് തുടരുന്നു. പ്രതി അനന്തകൃഷ്ണന്റെ കടവന്ത്രയിലെ സോഷ്യൽ ബി വെഞ്ചേഴ്സ് എന്ന സ്ഥാപനത്തിൽ ക്രൈംബ്രാഞ്ച് എസ്പിയുടെ നേതൃത്വത്തിലും പരിശോധന നടത്തുന്നുണ്ട്. വിവരങ്ങളുമായി സാജിദ് അജ്മലും കൊച്ചിയിൽ നിന്ന് എസ് ശരണും ചേരുന്നുണ്ട്. ആദ്യം സാജിദിലേക്ക്. സാജിദ്, ഇഡി റെയ്ഡ് നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇന്ന് വളരെ നിർണായകമായിട്ടുള്ള ദിവസമാണ്. കേസിനെ സംബന്ധിച്ച് സായിഗ്രാമിലെത്തിയോ, ആരംഭിച്ചു കഴിഞ്ഞോ റെയ്ഡ്? ധന്യ, റെയ്ഡ് ആരംഭിച്ചു കഴിഞ്ഞു. അല്പസമയം മുൻപാണ് കൊച്ചിയിൽ നിന്നുള്ള ഇഡിയുടെ യൂണിറ്റ് സായി ഗ്രാമത്തിന്റെ ഈ ഓഫീസിനകത്തേക്ക് കയറിപ്പോയത്. ഇഡിയുടെ 5 ഉദ്യോഗസ്ഥരാണ് ഉള്ളത്. ഈ ഉദ്യോഗസ്ഥർ ഈ സായി ഗ്രാമം കേരള എന്ന ഈ തിരുവനന്തപുരം നഗരത്തിലെ ശാസ്തമംഗലത്ത് ഉള്ള ഈ ഓഫീസിലെ അകത്തേക്ക് കയറിപ്പോയത്. അതോടൊപ്പം തന്നെ ഇതിന്റെ തൊട്ടടുത്താണ്, ഈ കെട്ടിടത്തിന്റെ തൊട്ടടുത്താണ് ഈ ആനന്ദകുമാറിന്റെ വീടുള്ളത്, സായി ട്രസ്റ്റ് ചെയർമാന്റെ വീടുള്ളത്. ആ വീട്ടിലും റെയ്ഡ് നടത്തിയിരുന്നു. ഇതിൽ പ്രധാനമായും ഈ ഓഫർ തട്ടിപ്പുമായി ബന്ധപ്പെട്ട് ഈ സാമ്പത്തിക ക്രമക്കേട് നടന്നിട്ടുണ്ട്. ഇതിൽ കള്ളപ്പണം വെളുപ്പിച്ചോ ഏതൊക്കെ തരത്തിൽ വഴിവിട്ട രീതിയിൽ പണം വന്നു എന്നുള്ള കാര്യമാണ് പരിശോധിക്കുന്നത്. ഇതിൽ ഈ സായി ട്രസ്റ്റിനോ സായി ഗ്രാമത്തിനോ ഇതിൽ യാതൊരു പങ്കുമില്ല എന്നുള്ളതാണ് ആനന്ദകൃഷ്ണനും സായി ഗ്രാമവും നിരന്തരം പറഞ്ഞുകൊണ്ടിരുന്നത്. പക്ഷേ ഈ NGO കോൺഫെഡറേഷൻ എന്ന ഒരു സംവിധാനം ഉണ്ടാക്കുന്നതിൽ ആനന്ദകുമാറിനും സായി ഗ്രാമത്തിനും വളരെ പ്രധാനപ്പെട്ട പങ്കുണ്ട് എന്നുള്ള കണ്ടെത്തലാണ് ഉള്ളത്. കാരണം NGO കോൺഫെഡറേഷൻ എന്നൊരു സംവിധാനം ഉണ്ടാക്കുമ്പോൾ അതിന്റെ ഭാഗമായി ആളുകളെ ചേർക്കുന്നതിൽ പ്രധാന പങ്ക് വഹിച്ച വ്യക്തിയാണ് ആനന്ദകുമാർ എന്ന് പറയുന്നത്. നേരത്തെ അനന്തു കൃഷ്ണൻ എന്ന ഇപ്പോൾ ജയിലിൽ കഴിയുന്ന വ്യക്തിക്ക് ഈ പ്രധാനപ്പെട്ട ആളുകളെയോ ജനപ്രതിനിധികളെയോ അറിയില്ലായിരുന്നു. പക്ഷേ ഈ ആളുകൾ എല്ലാം തന്നെ പരിചയപ്പെടുത്തി നൽകുന്നതിൽ ഈ ആനന്ദകുമാറിന്റെ പങ്ക് വലുതാണ് എന്ന് മാത്രമല്ല, NGO കോൺഫെഡറേഷന്റെ ആജീവാനന്ദ ചെയർമാൻ എന്നുള്ള രീതിയിലാണ് അദ്ദേഹം നിയമിതനായത്. പക്ഷേ തനിക്ക് അതുമായി ഒരു ബന്ധവുമില്ല എന്ന തരത്തിലാണ് പറയുന്നത്. എന്തായാലും സായി ഗ്രാമം കേരളയുടെ ഈ തിരുവനന്തപുരം ശാസ്തമംഗലത്തെ ഓഫീസിൽ റെയ്ഡ് തുടരുകയാണ്. ആ റെയ്ഡ് ആനന്ദകുമാറാണ് എന്നതിനെ കുറിച്ച് ഇന്നിപ്പോൾ ക്രൈംബ്രാഞ്ച് കോടതിയെ അറിയിക്കും. മുൻകൂർ ജാമ്യാപേക്ഷ കൂടി പരിഗണിക്കുന്നുണ്ട്. എപ്പോഴാണ് കോടതി ഇത് പരിഗണിക്കുന്നത്? അത് 11:30 കൂടി ഈ കേസ് പരിഗണിക്കും. അത് കഴിഞ്ഞ 13-ാം തീയതി ഈ തിരുവനന്തപുരം അഡീഷണൽ കോടതിയിൽ ഈ കേസ് വരികയും മുൻകൂർ ജാമ്യം അപേക്ഷ വന്നിരുന്നു. അന്ന് ഇതിൽ ഒരു വാദം നടന്നിരുന്നു. ഇതിൽ ആനന്ദകുമാർ പ്രധാനമായും പറഞ്ഞത് ഈ കേസുമായി തനിക്ക് യാതൊരു തരത്തിലുള്ള ബന്ധവുമില്ല, ഈ തനിക്കെതിരെ കേസ് രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്, അതുകൊണ്ട് മുൻകൂർ ജാമ്യം വേണം എന്നുള്ളതാണ്. അപ്പോൾ ഈ അന്വേഷണ സംഘത്തോട് കോടതി വിശദമായ ഒരു റിപ്പോർട്ട് ആവശ്യപ്പെട്ടിരുന്നു. ആ റിപ്പോർട്ട് സമർപ്പിക്കുകയും ചെയ്യും. അതിൽ ആനന്ദകുമാറിന് ഈ കേസുമായി ബന്ധപ്പെട്ട പങ്ക്, അദ്ദേഹം എത്രത്തോളം ആളുകളെ ഇതിന്റെ ഭാഗമാക്കി എന്നതടക്കമുള്ള കാര്യങ്ങൾ വിശദമായി പറയുകയും കോടതിയെ അറിയിക്കുകയും ചെയ്യും. ഈ കേസിൽ നിലവിൽ തന്നെ അതിന്റെ മുഖ്യ സൂത്രധാരൻ ആയ അനന്തു ജയിലിലായ സ്ഥിതിക്ക് ആനന്ദകുമാറിന് ജാമ്യം ലഭിക്കില്ല, മുൻകൂർ ജാമ്യം നൽകില്ല എന്നൊരു പ്രതീക്ഷയാണ് ഈ അന്വേഷണ ഉദ്യോഗസ്ഥർക്കുള്ളത്, ക്രൈംബ്രാഞ്ചിന് ഉള്ളത്. ഇതിൽ ഇപ്പോൾ ആനന്ദകുമാർ കഴിഞ്ഞ ഒരാഴ്ചയായി മുൻകൂർ ജാമ്യം കൊടുക്കുന്നതിന് മുൻപ് തന്നെ ഒളിവിൽ പോയിരിക്കുകയാണ്. ഒരാഴ്ചയിൽ അധികമായി ഒളിവിൽ കഴിയുകയാണ് എന്നുള്ളതും വളരെ പ്രധാനപ്പെട്ടതാണ്. മുൻകൂർ ജാമ്യം ലഭിച്ചാൽ മാത്രം അന്വേഷണവുമായി സഹകരിച്ച് പോകാം, ഇല്ലെങ്കിൽ ഒളിവിൽ കഴിയാം എന്നൊരു തീരുമാനത്തിലാണ് ഉള്ളത്. ഇന്ന് കോടതിയുടെ തീരുമാനവും ആനന്ദകുമാറിനെ സംബന്ധിച്ച് വളരെ പ്രധാനപ്പെട്ടതാണ്. ധന്യ.